ഹായ് ഹലോ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു 2-3 ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് കാലത്ത് ചായ വെച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ, കാലത്ത് തൊട്ടിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു ദിവസത്തെ വിശേഷങ്ങളല്ല, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഒന്നായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണേ. അപ്പോൾ അന്ന് കുട്ടികൾക്ക് ഒരു സ്കൂളിലെ ഒരു ഡേ ആയിരുന്നു. കുട്ടികൾക്ക് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. ദോശയും തക്കാളി ചട്നിയാണ്. കുട്ടികൾക്ക് തേങ്ങ ചട്നിനെക്കാട്ടിലും ഇങ്ങനെ മുളക് ചട്നി തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതാണ് കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഒരു ദോശ ചുട്ടിട്ട് അങ്ങനെ ഫൈഹക്കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമായി 8:30 ആകുമ്പോഴത്തേനും ഓട്ടോ വരും കേട്ടോ. പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ. പിന്നെ അതിൻ്റെ ഇടയിൽ ഫറുക്കുട്ടി വന്ന് അതിൻ്റെ മറിച്ചിടലും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കണം. ഫൈഹക്കുട്ടി കഴിക്കില്ല കേട്ടോ. വാരി കഴിക്കാൻ പറഞ്ഞാൽ ഒരു വായൊക്കെ തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാനേ വാരി കൊടുക്കും കേട്ടോ. നിർബന്ധിച്ചിട്ട് ഒരു 2 വായെങ്കിലും കൊടുക്കും. അങ്ങനെ അതവിടെ കഴിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല തിരക്കിട്ടിട്ട് കുട്ടികളിനെയൊക്കെ ഒരുക്കി പണിയൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴത്തേനും ഓട്ടോ വരാൻ ഇന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ടൈം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഡ്രസ്സൊക്കെ മാറ്റി കാത്തു നിന്ന് അവരൊക്കെ മതിയായി കഴിഞ്ഞു കേട്ടോ. അതാണ് അവൻ്റെ ആ എക്സ്പ്രഷനൊക്കെ കാണുന്നത്. അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോയിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് പിന്നെ ചെറുതായിട്ടൊരു ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അടിച്ച് തുടക്കാനും പാത്രം കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മീൻ കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ മീൻ കറി നേരത്തെ വെച്ചു കേട്ടോ കറി. അതിന് ശേഷം പിന്നെ അതാ ഇവിടെ ഒരു വളമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ നേരാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങ സീസണിൽ കുറച്ച് ഉണക്കമാങ്ങ മാങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറയെ ഉപ്പിട്ടിട്ടുണ്ട് ഉണക്കിയിട്ടുള്ളത്. പിന്നെ ഇതിനെ ഒന്ന് അച്ചാറുണ്ടാക്കാൻ വിചാരിച്ചു. ഇപ്പോൾ അച്ചാറൊക്കെ ഇവിടെ വീട്ടിലുള്ളതൊക്കെ തീർന്നു പോയിട്ടുണ്ടേ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം നോർമലായിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ റെസിപ്പീസൊക്കെ ഓൾറെഡി ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാണ്ടിരുന്നത്. അങ്ങനെ ഇതവിടെ നല്ല ടേസ്റ്റിലുള്ള നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിന്. അപ്പോൾ അതൊക്കെ അച്ചാറൊക്കെ റെഡിയായി. പിന്നെ ഉച്ചക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഇത് അതിൻ്റെ ഒരു 2 ദിവസം മുമ്പുള്ളതാണേ. കുട്ടികൾക്ക് കേക്ക് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 ഓർഡർ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കേക്കൊക്കെ ചെയ്തപ്പോൾ കുറച്ച് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കേക്ക് വേണം പറഞ്ഞപ്പോൾ ചോക്ലേറ്റ് കേക്ക് മതി പറഞ്ഞിട്ട് അങ്ങനെ അതവിടെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 1/2 kg കേക്കാണ്. പിന്നെ 1 kgൻ്റെ ടിന്നിൽ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വലിപ്പത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ലെയർ തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ 8 ഇഞ്ചിലായതുകൊണ്ട് 5 ഇഞ്ചിൽ 4 ഇഞ്ചിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഇതവിടെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ. കേക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കേക്കിൻ്റെ വർക്കുകൾ കാണിക്കുക, കുറച്ച് ഡിസൈനും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 1 kg വെയിറ്റിൽ വരുന്ന കേക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രേ കളറിലുള്ള ഒരു കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ കളർ തീമോ അങ്ങനെ ഒരു തീമോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇതൊരു പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കിൻ്റെ വർക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്പഞ്ചൊക്കെ റെഡിയാക്കിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിക്കാനായിരുന്നു. പേരൊന്നും വേണ്ട, സിമ്പിളായിട്ട് കളറൊന്നും വേണ്ട, സിമ്പിളായിട്ടുള്ളത് മതി പറഞ്ഞപ്പോൾ ഇതുപോലത്തെ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. നമ്മുടെ കേക്കുകളൊക്കെ വീഡിയോയിൽ കാണാനായിട്ടും കുറച്ചും കൂടി നേരിട്ട് കാണാനാണ് കേട്ടോ ഭംഗി.
അങ്ങനെ നല്ല അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളതൊക്കെ. പിന്നെ അടുത്തത് കൊടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുക ബ്ലൂബെറി കേക്കാണ് കേട്ടോ. സ്ട്രോബെറി അല്ല, ബ്ലൂബെറി. അപ്പോൾ ബ്ലൂബെറി കേക്കാണ് ചെയ്തിട്ടുള്ളത്. സ്പൈഡറിൻ്റെ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേത് കേക്കാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോസുമായിട്ടും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.